അപ്പോൾ കൂട്ടുകാരെ 29ാമത്തെ ചോദ്യം നോക്കൂ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് വായിച്ചു നോക്കൂ. ഒരു ചതുരത്തെ 3 ചെറിയ ചതുരങ്ങളായി ഭാഗിക്കുന്നു. ഓക്കെ, ഇത് ആദ്യത്തെ ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം. ചില നീളങ്ങളും പരപ്പളവുകളും ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് പരപ്പളവ് 1 സെന്റിമീറ്റർ സ്ക്വയർ, രണ്ടാമത്തെ ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് y സെന്റിമീറ്റർ സ്ക്വയർ, മൂന്നാമത്തേത് 3 സെന്റിമീറ്റർ സ്ക്വയർ. പിന്നെ നമ്മുടെ ഇതിനെ നമുക്ക് വീതി അല്ലെങ്കിൽ ഉയരം എന്ന് പറയാം. വീതി അല്ലെങ്കിൽ ഉയരം എന്താണ്? x ആണ്. ഇനി ആദ്യത്തെ 2 സമചതുരങ്ങളുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടുന്ന സമയത്ത് 5 സെന്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ഓക്കെ, എക്സും വൈയും കണക്കാക്കുക, അതായത് വീതി കണക്കാക്കുക. അതേപോലെ രണ്ടാമത്തെ ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. പിന്നെ ബി പാർട്ട് എന്താണ്? ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഈ ചോദ്യം നമ്മുടെ എന്താണ് ജ്യാമിതീയ രീതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്കാണല്ലോ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ 2 ചതുരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചതുരം കിട്ടുമല്ലോ. ആ ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 2 ചെറിയ ചതുരങ്ങളുടെയും പരപ്പളവ് കൂട്ടിയതായിരിക്കും. പിന്നെ ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം, നീളം ഇൻറ്റു വീതി. ആ ചതുരത്തിന്റെ, അതായത് ചെറിയ 2 ചതുരങ്ങൾ കൂടിയാൽ കിട്ടുന്ന ചതുരം, അതിന്റെ നീളം നമുക്കറിയാം 4 ആണ്, വീതി x ആണെന്നറിയാം. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് ഒരു സമവാക്യം ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെറിയ ചതുരങ്ങളുടെ നീളം, അത് രണ്ടും കൂടിയ നീളം 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അതിന്റെ വീതി എന്ന് പറയുന്നത് x തന്നെയാണ്. പിന്നെ അതിന്റെ പരപ്പളവ് നമുക്കറിയാം y+3 ആണെന്ന്. അപ്പൊ അതിൽ നിന്നും നമുക്ക് രണ്ടാമതൊരു സമവാക്യം കിട്ടും. ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എക്സും വൈയും കണ്ടെത്താം. ഓക്കെ, ആ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ചതുരത്തിന്റെ പരപ്പളവ് അറിയാമല്ലോ. മൊത്തം ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ 1ഉം വൈയും 3ഉം കൂട്ടിയതാണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യത്തെ 2 ചെറിയ ചതുരങ്ങൾ ചേർന്ന ചതുരം എടുത്താൽ ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? നീളം പ്ലസ് വീതി. അപ്പോൾ ആദ്യത്തെ 2 ചതുരങ്ങൾ ചേർന്ന ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 1 പ്ലസ് y, അല്ലെങ്കിൽ അതിന്റെ ഫോർമുല എഴുതാം, നീളം ഇൻറ്റു വീതി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? പരപ്പളവ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് y ആണ്. 1 പ്ലസ് y എന്തായിരിക്കും? നീളം ഇൻറ്റു വീതി. നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ശ്രദ്ധിക്കുക, ഈ ഭാഗം 4 ആണ്. 4 ഇൻറ്റു വീതി എത്രയാണ്? x ആണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? 4x
അത് ആദ്യം എഴുതാം. ഈ വൈനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. -y സമം 1. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെറിയ ചതുരങ്ങൾ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെറിയ ചതുരങ്ങൾ ചേർന്ന ചതുരത്തിൻ്റെ പരപ്പളവ്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ എത്രയാണ് നോക്കൂ, y+3 ആണ്. y+3 അതെന്ന് പറയുമ്പോൾ എത്രയാണ് നീളം? അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നോക്കൂ, ഇതാണ് അതിൻ്റെ നീളം. അതെത്രയാ? 5. വീതി എന്ന് പറയുമ്പോൾ x തന്നെയാണ്. അപ്പോൾ 5x. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? 5x - y അങ്ങോട്ട് എടുത്തു, സമം 3. ഇതിനെ നമുക്ക് രണ്ടാമത്തെ സമവാക്യം എന്നെഴുതാം. ഓക്കെ. ഇനി ഈ രണ്ട് സമവാക്യങ്ങളിലും y-യുടെ ഗുണകം തുല്യമാണ്, ചിഹ്നം തുല്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസലായി പോവാൻ കുറയ്ക്കണം. ഏതിന്ന് ഏത് കുറയ്ക്കുന്നതാണ് എളുപ്പം? 5x-ൽ നിന്നും 4x. സമവാക്യം 2-ൽ നിന്നും സമവാക്യം 1 കുറച്ചാൽ x എന്ത് കിട്ടും? 3 - 1 എന്ന് കിട്ടും. അതായത് 2 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ x 2 എന്ന് കിട്ടും. ഇനി x 2 ആയാൽ നമുക്ക് സമവാക്യം 1-ൽ നിന്നും എന്തെഴുതാം? x 2 ആയാൽ 4 × x 2 - y അത് 1 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? 8 - y 1 എന്ന് എഴുതാം. ഈ -y-നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അത് +y ആവുമല്ലോ. ആദ്യം അത് എഴുതാം. ഈ 1-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ -1 ആവും. അപ്പോൾ 8 - 1. അപ്പോൾ y എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? x-ഉം y-യും കണക്കാക്കുക. അപ്പോൾ x നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2 എന്നും y 7 എന്നും കിട്ടി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാം? നോക്കൂ, ചതുരത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? y കൂട്ടിയാൽ മതി, അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? 1 + y + 3. അപ്പോൾ 1 + 7 + 3 11. ഓക്കെ. സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ 2 സമചതുരത്തിൻ്റെ നീളം നമുക്ക്, ആദ്യത്തെ 2 സമചതുരങ്ങളല്ല, ചതുരം. 2 ചതുരങ്ങളുടെ നീളം ഒരുമിച്ചുള്ളത് 4 ആണ്.
അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചതുരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ചതുരത്തിന്റെ നീളം 5 ആണ്. അത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? പരപ്പളവ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ പരപ്പളവ് കാണുന്ന സമയത്ത് എക്സും വൈയും കിട്ടും. അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വലിയ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കാം. ഓക്കെ, ഇനി നമുക്ക് 30ാമത്തെ ചോദ്യമാണ് നോക്കാനുള്ളത്. ഓക്കെ.